നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ധാരാളം പേര് ഇന്ന് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുന്നു, അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ പലർക്കും യൂട്യൂബിൽ വരുന്ന പല പോളിസീസിനെ കുറിച്ചിട്ടും യാതൊരു അറിവുമില്ല. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് നന്നായിട്ട് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ. പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് യൂട്യൂബിൽ നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് യൂട്യൂബിൻ്റെ പോളിസീസിനെ കുറിച്ചിട്ട് അവരെ ബോധവൽക്കരിക്കാനായിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെയിലൊക്കെ അയക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്നുള്ളൊരു വലിയൊരു തലവേദന പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് പലരും അറിയാതെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൽ കുരുങ്ങിയിട്ട് അവരുടെ ചാനലുകളിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന റീയൂസ്ഡ് കണ്ടൻറ് പോളിസിയിൽ അതിൽ 4 കാര്യങ്ങൾ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. 5ാമത്തെ ഒരു കാര്യമാണ് യൂട്യൂബ് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, അതായത് ഇപ്പോൾ അവരവരുടെ വീഡിയോസ് എപ്പോഴും സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതൊരാൾക്ക് അത് വന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കാര്യം, യൂട്യൂബ് വീഡിയോസിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റൊക്കെ അവരവരുടെ സ്വന്തമായിട്ട് ചെയ്യുന്ന കണ്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ അടുത്ത ആളിൽ നിന്നും കോപ്പിയൊക്കെ ചെയ്തോ അതങ്ങനെ തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ട് അതുപോലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. നമ്മൾ അവരുടെ അടുത്ത് നിന്നും കോപ്പി ചെയ്തിട്ട് വേറെ മ്യൂസിക് കൊടുത്താലോ എന്തെങ്കിലും ചെയ്താലോ വീഡിയോ ചെയ്തതിൻ്റെ ആ ഒറിജിനൽ ആൾ നമ്മൾക്കെതിരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അവർക്ക് യൂട്യൂബിനോട് പരാതി പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ചാനൽ ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മളുടെ ചാനൽ അതിൽ യൂട്യൂബിൽ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് മുമ്പൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനെ ആ ചാനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഓരോരോ കാറ്റഗറിയിലായിരിക്കും ഓരോരോ ചാനൽ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറിയാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തണം. നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കുമ്പോഴായാലും എബൌട്ട് എന്ന് പറഞ്ഞൊരു ആ കാര്യത്തിൽ നിങ്ങളുടെ ചാനൽ എന്താണ്, അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുക. പിന്നെ അടുത്തത് ഇത് പറയുന്നത് എന്താണെന്ന് യൂട്യൂബ് പറയുന്നത് വീഡിയോയുടെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ 2 അതിലധികമോ വീഡിയോസിനൊക്കെ ഒരേ ടൈറ്റിൽ ഒരിക്കലും കൊടുക്കരുത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർഡ്സ് മാറ്റിയോ വ്യത്യാസപ്പെടുത്തിയോ മാത്രമേ വീഡിയോസിൻ്റെ ടൈറ്റിലൊക്കെ നമ്മൾ കൊടുക്കാവൂ. സെയിം ടൈറ്റിൽ തമ്പനെയിലായാലും ഒരേ തമ്പനെയിൽ ആവർത്തിച്ച് കൊടുക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിലും അതെ. അപ്പോൾ അത് റിപ്പീറ്റഡായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും കൊടുക്കുമ്പോഴേക്കും അത് റീയൂസ്ഡ് ആയിട്ട് മാറും. നിങ്ങളൊരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് ഹൗ ടു കംപ്ലീറ്റ് 4000 വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. പിന്നെ അതേ ടോപ്പിക്കിൽ വേറെ ഒരു വീഡിയോ ചെയ്തു, അതിലും ഹൗ ടു കംപ്ലീറ്റ് 4000 സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ ആവർത്തിച്ച് ഇത് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകാം. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് യൂട്യൂബ് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യാനായിട്ട്. പുതിയതായിട്ട് വന്നതാണ് ചാനലിൻ്റെ എബൌട്ട് സെക്ഷൻ. അപ്പോൾ അത് വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് യൂട്യൂബ് അത് നോക്കിക്കാണുന്നത്. നിങ്ങൾ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ നിങ്ങളുടെ ചാനൽ എന്ത് കാറ്റഗറിയാണ്, നിങ്ങൾ ചാനലിൽ കൂടി എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും പഠിപ്പിക്കുകയാണ്, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എന്ത് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ യൂട്യൂബിന് അത് കണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ആ ഡീറ്റെയിൽസൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമേ സാധാരണ മോണിറ്റൈസേഷൻ കൊടുക്കാറുള്ളൂ ഒരു ചാനലിന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം സീരിയസ് ആയിട്ടും കൃത്യതയോടു കൂടി തന്നെയും പൂർത്തിയാക്കുക മോണിറ്റൈസേഷന് കൊടുക്കുന്നതിന് മുമ്പേ. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വായിച്ച് നോക്കാറുണ്ട്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മറക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് വീഡിയോയിലെ കണ്ടൻറ്റ് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായിട്ടും എൻ്റെ ചാനലിലെ കണ്ടൻറ്റ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം.